ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ പൂന്തോട്ടമാണ് കേട്ടോ. എൻ്റെ അയൽവാസിയുടെ ബൊഗെയിൻവില്ല തോട്ടം. ബൊഗെയിൻവില്ലൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റമുകളും കളറുകളും ഒക്കെ ഇതിലുണ്ട് കേട്ടോ. ചില ചെടികൾക്ക് മുള്ളില്ല, ചിലതിന് മുള്ളുള്ളതുണ്ട്. എപ്പോഴും നല്ല പരിചരണം കൊടുക്കുന്ന ഒരു പൂന്തോട്ടമാണത്. നല്ല സ്റ്റാൻഡുമേ ചെടിയിൽ ചട്ടിയിൽ ഒക്കെ കുഴിച്ചിട്ട് നല്ല പരിചരണത്തോടു കൂടി ഉണ്ടാക്കുന്ന ഒരു പൂന്തോട്ടമാണിത്. കാണുമ്പോൾ തന്നെ നമുക്കതിങ്ങനെ കാണാൻ നല്ലൊരു ഇഷ്ടം തോന്നും. ഇത് കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്ത് വെച്ചാലേ ഇത് ആ സമയത്ത് നല്ല പൂക്കളൊക്കെ ഉണ്ടാവുക. ഒരുപാട് ചെടികൾ ഇപ്പോൾ കുറഞ്ഞതാണ്. ഇതിന് മുന്നേ ഒരുപാട് ചെടികൾ പൂക്കളുള്ള നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മഴ തുടങ്ങിയപ്പോൾ കുറച്ച് ചെടികളും പൂക്കളൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇതുപോലത്തെ ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലേറെ നല്ല പൂക്കളും ഒരുപാട് കാണാൻ നല്ല ഭംഗിയുള്ള ഈ പൂന്തോട്ടം അതിൽ കാണാം. ഇതിലിപ്പോൾ കുറേ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കൊഴിഞ്ഞു പോകാത്ത നല്ല കാണാൻ ഭംഗിയുള്ള പൂക്കളാണിത്. ഈ വീട്ടിലാണ് കേട്ടോ, എൻ്റെ അയൽവാസിയാണത്. ഈ ചെടിയിലൊക്കെ പൂക്കൾ കുറഞ്ഞതാട്ടോ. ഇതിന് മുന്നേ നല്ല പൂക്കളുണ്ടായിരുന്നു. ഇത് അവിടെയുള്ള വലിയൊരു ചെടിയാണ് കേട്ടോ. ഇത് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പോട്ടിലേക്ക് മാറ്റി വെച്ചതാണത്. പൂക്കൾ പോയ മരത്തുമ്മേ ഇപ്പം മഴക്കാലമായപ്പോൾ പുതിയ തളിരൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അല്ലെങ്കിൽ ഇതിമേ തളിരില ഉണ്ടാവില്ല, ഒക്കെ പൂക്കളായിട്ട് ഇങ്ങനെ മാത്രം നിൽക്കും. നിറയെ പൂക്കളുള്ള സമയത്ത് ഇലയുടെ കളർ കാണുകയില്ല കേട്ടോ. ഇല കാണൂല, പൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പുതിയ പൂക്കളാണ് ഇപ്പോൾ. ഇതിൻ്റെ ശരിക്കുള്ള സീസണ് വേനലാണ്, കൊടും വേനലിലാണത് ഉണ്ടാവുക. വെള്ള കളർ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അതിങ്ങനെ കൂട്ടത്തോടെ കാണുമ്പോൾ ഇപ്പോൾ ഇതും കുറവാണ്. വെള്ള കളറാണ് ഇപ്പോൾ വളരെ കുറവുള്ളത്. ഇതിങ്ങനെ ദൂരെ നിന്ന് കാണാൻ കണ്ടോ, ഭയങ്കര രസമാണത് കാണാൻ. ഇതൊന്നല്ല, നേരിട്ട് കാണുമ്പോൾ ഇതിലേറെ ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഈ സീസണിലെ നമ്മുടെ ബൊഗെയിൻവില്ലയുടെ ഈ വർഷത്തെ സീസൺ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.